Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർപ്രൈസ് അസസ്മെന്റ് വരെയല്ലേ എടുത്തു നിർത്തിയത് അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ. Yes, ma'am. ഓക്കെ, അത് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയി. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ഗൈഡ് ലൈൻ ഫോർ യൂസിങ് അക്രഡിറ്റേഷൻ മാർക്ക്. അപ്പൊ നമുക്ക് നിങ്ങൾ കണ്ടു കാണും ഒരു അക്രഡിറ്റേഷൻ. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ച് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മാർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലോഗോ കണ്ടിരുന്നു അല്ലേ? ഓരോ എന്താണ് ഓരോ അക്രഡിറ്റേഷൻ ബോഡികളുടെ ലോഗോ കണ്ടില്ലേ? ആ ലോഗോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. എല്ലാവരുടെ ഇഷ്ടത്തിലൊന്നും അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിലിവിടെ പറയുന്നത് accredited hospital should make sure that guidelines related to display NAV logo or accreditation mark are adhered. അതായത് ഇവിടെ അക്രഡിറ്റേഷനും ഏത് സമയത്ത്, അതായത് ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ അവിടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ലോഗോയോ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ മാർക്കുകളോ ഒക്കെ കിട്ടും. അത് അവരെ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചതിന് ശേഷമായിരിക്കും കിട്ടുക. അപ്പൊ ആ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് എപ്പോഴും ഈ പറയുന്ന നാബിന്റെ ലോഗോ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് പ്രദർശിപ്പിക്കുന്നതിന് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. Any misuse of the logo or accreditation mark can lead to adverse action being taken against the hospital by now besides legal action. അപ്പൊ ഈ ഒരു ലോഗോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്, ദുരുപയോഗം ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തെയും അവർക്ക് എന്ത് ചെയ്യും? അവർക്കെതിരെ അഡ്വേഴ്സ് ആക്ഷൻസ്, പ്രതികൂല നടപടികൾ ആര് സ്വീകരിക്കും? ആ നാബ് ആ ഹോസ്പിറ്റൽസിനെതിരെ സ്വീകരിക്കാൻ സാധ്യത. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പല നടപടികളും ഉണ്ടാവും. അതിന് പുറമെ മറ്റ് പ്രതികൂല നടപടികളൊക്കെ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. Then hospitals are requested to view guidelines related to use NAB logo or accreditation mark by visiting the following link. അപ്പൊ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അല്ലെങ്കിൽ അവർ തരുന്ന ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് തരുന്ന ലോഗോ അത് അവർ പ്രദർശിപ്പിക്കേണ്ടത് ആ നാമ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ഗൈഡ് ലൈൻസിലൂടെ മാത്രമായിരിക്കണം. അതിലൂടെ ആ കൃത്യമായ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കണം നമ്മളത് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിന്റെ ദുരുപയോഗം എന്തിലേക്ക് നയിച്ചേക്കാം? ഈ ലോഗോയോ അല്ലെങ്കിൽ ഈ മാർക്കോ ഒക്കെ നമ്മൾ ദുരുപയോഗം ചെയ്താൽ ആ ഹോസ്പിറ്റൽസിനെതിരെ നാബ് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കും. അതുകൂടാതെ മറ്റ് പല പ്രതികൂല നടപടികളും എടുത്തേക്കാം. ഇനിയിപ്പോ അക്രഡിറ്റേഷൻ കിട്ടാത്ത സ്ഥാപനങ്ങൾ ചിലപ്പോൾ അവരുടെ ലോഗോ ഒക്കെ മിസ്യൂസ് ചെയ്യാം അല്ലെ? അത് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോവാം. അതല്ല അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ അക്രഡിറ്റേഷൻ റദ്ദാക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കുറെ ലീഗൽ പ്രൊസീഡിങ്സ്, പണിഷ്മെന്റ്, പെനാൽറ്റീസ് ഒക്കെ അവര് എന്ത് ചെയ്യേണ്ടി വരും? നേരിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അഡ്വേഴ്സ് ആക്ഷൻസ് അല്ലെങ്കിൽ പ്രതികൂല നടപടികൾ നാബ് ഇവർക്കെതിരെ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു ഹോസ്പിറ്റലിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം അവരുടെ നാബിന്റെ ലോഗോ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് കൃത്യമായിട്ട് അതിനുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് എന്താണ്, അവർ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്താണ്, അത് എന്ത് ചെയ്യണം? അവർ ഈ പറയുന്ന താഴെ പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ വിസിറ്റ് ചെയ്താല്, സന്ദർശിച്ചാല് ആ ഒരു അക്രഡിറ്റേഷൻ മാർക്ക് അല്ലെങ്കിൽ ലോഗോ എങ്ങനെ ഉപയോഗിക്കണം, അതുമായി ബന്ധപ്പെട്ട നാബ് എന്ത് മാർഗനിർദ്ദേശങ്ങളാണ് തരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റൽസിന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഗൈഡൻസ് ഫോർ യൂസിംഗ് ദ അക്രഡിറ്റേഷൻ മാർക്ക്.
ക്ലിയർ ആണോ? ഓക്കെ. Then next one ആണ് standard agreement. Standard agreement എന്ന് പറഞ്ഞാൽ a hospital accredited by NAB has to enter into an agreement with NAB from the date of accreditation. അതായത് ഒരു ഹോസ്പിറ്റൽ നാബുമായിട്ട് അക്രഡിറ്റഡ് ആയി എന്ന് വിചാരിക്കാം. അവരെന്ത് ചെയ്യുന്നു? നാബിൽ നിന്നും എന്നാണോ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്ന തീയതി, ആ ഡേറ്റ് എന്നാണോ അന്ന് മുതല് നമ്മൾ ആ ഹോസ്പിറ്റല് നാബുമായിട്ട് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. The certification of accreditation will be dispatched to the hospital only after this agreement has been received by NAB secretariat. ഇവിടെ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയാൽ അവർക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ. ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? നാബിന്റെ അതോറിറ്റിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് അയക്കുന്നതിന് മുൻപായിട്ട് ആ നാബ് സെക്രട്ടേറിയറ്റിലേക്ക് ഈ ഹോസ്പിറ്റലിൽ നൽകുന്ന ആ ഒരു എഗ്രിമെന്റ്, അതായത് നാബിന്റെ എല്ലാ മാനദണ്ഡങ്ങളും അവർ പറയുന്ന എല്ലാ പോളിസി പ്രകാരവും ഞങ്ങൾ പാലിച്ചേക്കാം അല്ലെങ്കിൽ പാലിച്ചുകൊള്ളാം എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള ആനുവൽ ഫീസുകൾ അടച്ചുകൊള്ളാം എന്ന രീതിയിൽ നാബുമായിട്ട് ആ ഹോസ്പിറ്റൽ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കരാർ അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു എഗ്രിമെന്റ് എപ്പോഴും ആ ഒരു നാബ് സെക്രട്ടേറിയറ്റിലേക്ക് ആ ഹോസ്പിറ്റലിൽ നൽകുന്ന ആ ഒരു എഗ്രിമെന്റ് എത്തിയതിനു ശേഷം മാത്രമേ നാബിന്റെ ആയി ബന്ധപ്പെട്ട ആ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അവർക്ക് അയക്കുകയുള്ളൂ. Then hospitals are requested to view standard agreement by visiting the following. ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് തയ്യാറാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, അതെങ്ങനെയാണ് ആ ഒരു നാബ് സെക്രട്ടറിയിലേക്ക് നമ്മൾ അയക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താഴെ പറഞ്ഞിരിക്കുന്ന ഒരു വെബ്സൈറ്റിൽ കയറിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു നിലവാരമുള്ള ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറില് ഹോസ്പിറ്റലും നാബും ഏർപ്പെടുന്നു. അപ്പൊ അതിൽ ഹോസ്പിറ്റല് പ്രധാനമായിട്ടും ഏത് ദിവസം മുതലാണോ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് ആ ദിവസം മുതൽ നാബുമായിട്ട് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽസ് ഈ വെബ്സൈറ്റിൽ കയറി ഒരു സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് നാബുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് എന്താണ്, എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തണം, അതിന്റെ പ്രൊസീജിയേഴ്സ് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് അത് അവിടെ എത്തിക്കാം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി നാബ് സെക്രട്ടറിയിലേക്ക് അയക്കുകയും ചെയ്യണം. അങ്ങനെ നാബ് സെക്രട്ടറിയിലേക്ക് അത് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് അയക്കുകയുള്ളൂ. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് എഗ്രിമെന്റ് വേഗം ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ഡിസ്ക്ലെയിമർ ആൻഡ് ഇൻഡെംനിറ്റി എന്ന് വെച്ചാൽ നിഷേധിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. The NAB reserves the right to act or even cancel the accreditation awarded to a hospital in following condition. അപ്പൊ ഒരു നാബിന്
എന്തിനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ നാബില് എന്ത് അവകാശം നിക്ഷിപ്തമാണ്? നമുക്കൊന്നില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ട് ഈവൻ ക്യാൻസൽ, അതായത് അവിടെ പ്രവർത്തിപ്പിക്കാനുള്ള അധികാരം നൽകാം നാബിന്, അല്ലെ? അക്രഡിറ്റേഷൻ പോലെയുള്ള അധികാരം നൽകാം. അത് ക്യാൻസൽ ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്, നാബിന് അധികാരമുണ്ട്. NAB has the right to act or even cancel the accreditation awarded to a hospital in following condition. അപ്പൊ കുറെ കാര്യങ്ങളിൽ നാബിന് എന്ത് അവകാശമുണ്ട്? നാബിന് അവിടെ പ്രവർത്തിപ്പിക്കാനുള്ള അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് റദ്ദാക്കാനുള്ള അവകാശവും ആരിൽ നിക്ഷിപ്തമാണെന്നാ പറയുന്നത്? നാബിന് തന്നെയാണ് അതിന്റെ അധികാരം ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങളിലൂടെ, കുറച്ച് ഈ താഴെ പറയുന്ന ഫോളോയിങ് കണ്ടീഷനുകളിൽ വരുമ്പോ നാബിന് ആ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിന്റെ അക്രഡിറ്റേഷൻ നമുക്ക് റദ്ദാക്കാൻ പറ്റും. അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻ, സാഹചര്യങ്ങളാണ് താഴെ പറയുന്നത്. ഈ താഴെ പറയുന്ന ഓരോ സാഹചര്യങ്ങളും നാബുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാബിന് അത്ര നല്ല രീതിയിൽ തോന്നാതുവാകുന്ന സമയത്ത് നാബ് എന്ത് ചെയ്യാം? ചിലപ്പോ അവരുടെ അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം റദ്ദ് ചെയ്യാനായിട്ട് ആ ഒരു നാബിന് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ അതില് ഫസ്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ റിക്വയർഡ് ഫീസ് ഈസ് നോട്ട് പെയ്ഡ് ഓൺ ടൈം. അതായത് ഇവിടെ എന്താണ്? ആവശ്യമായിട്ടുള്ള ഫീസ് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ, അല്ലേ? നാം നമ്മൾ പറയുന്നുണ്ട് ഓരോ വർഷവും ആനുവൽ ഫീസ് അടയ്ക്കണം, അല്ലെ? അപ്പൊ അവര് പറയുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ഫീസ് ആ ഒരു കൃത്യസമയത്ത് നോട്ട് പെയ്ഡ് ഓൺ ടൈം എന്നാണ്, കൃത്യസമയത്ത് അവിടെ അടച്ചില്ല എങ്കിൽ ആർക്ക് അവരുടെ അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാം? ആർക്കാ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? ആർക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നേ? ആരുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആർക്കാ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നേ? എന്താണ് ഇത് റിപ്ലൈയില്ലാത്ത? നാബിന്, അല്ലെ? നാബിന് എന്ത് ചെയ്യാം? അവരുടെ ആ ഒരു എന്താണ് അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, എനി അഡ്വേഴ്സ് ആക്ഷൻ taken by any regulatory bodies against the hospital. അതായത് ഹോസ്പിറ്റൽ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവിടെ ഏതെങ്കിലും റെഗുലേറ്ററി ബോഡീസ്, ഒരുപാട് റെഗുലേറ്ററി ബോഡീസുകളുണ്ട്, അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് നിയന്ത്രണ ബോഡീസിന്റെ അനുമതികളോടുകൂടി തന്നെയാണ്. അപ്പൊ അങ്ങനെ അതിലേതെങ്കിലും നിയന്ത്രണ ബോഡീസിന്റെ ഒരു അഡ്വേഴ്സ് ആക്ഷൻ, പ്രതികൂല നടപടികൾ ഹോസ്പിറ്റലിനെതിരെ ഏത് തരത്തിലുള്ളതുമായിക്കോട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കാരണത്താൽ നാബിന് അക്രഡിറ്റേഷൻ റദ്ദ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? ഇഫ് ദ റിക്വയർഡ് ഫീസ് ഇസ് നോട്ട് പെയ്ഡ് ഓൺ ടൈം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീസ് കൃത്യസമയത്ത് അടയ്ക്കാതെ വരുമ്പോൾ. രണ്ടാമത്തത് എനി അഡ്വേഴ്സ് ആക്ഷൻ taken by any regulatory bodies against the hospital. നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിലൊക്കെ പഠിച്ചതാണ്, അല്ലെ? നമ്മുടെ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട AERB റെഗുലേറ്ററി ബോർഡാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അപ്പൊ അങ്ങനെ അവര് പറയുന്ന നിയന്ത്രണങ്ങൾ, അതൊക്കെ ഓരോ റെഗുലേറ്ററി ബോഡീസ് ആണ്. അവര് പറയുന്ന നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് പാലിക്കാതെ വരുമ്പോഴാണല്ലോ ആ ഹോസ്പിറ്റലിനെതിരെ അവർ പ്രതികൂല നടപടികൾ എടുക്കുന്നത്. ശരിയല്ലേ? ആക്ഷൻസ് എടുക്കുന്നത് അവർ പാലിക്കാതെ വരുമ്പോഴല്ലേ? ആണോ? ആണ്. അപ്പൊ അവിടെ അങ്ങനെ പാലിക്കാതെ വരുന്ന സമയത്ത് ആ ഒരു നാബിന് അതിൽ നിന്ന് മനസ്സിലാവുന്നത്, അപ്പൊ അതുപോലെ തന്നെ നാബിന്റെ മാനദണ്ഡങ്ങളിലും അവര് എന്ത് ചെയ്യും? കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മുടെ നാബുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളിലും ഇതുപോലെ എല്ലാ വശങ്ങളിലെയും ക്വാളിറ്റി അല്ലെങ്കിൽ എല്ലാ വശങ്ങളിലും ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പിഴവ് വന്നത് കൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു അഡ്വേഴ്സ് ആക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രതികൂല നടപടി ആ ഒരു റെഗുലേറ്ററി ബോർഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു കാരണത്താലും ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ ആർക്ക് റദ്ദാക്കാം? നാബിന് റദ്ദാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് പറഞ്ഞു, അത് 2 ക്ലിയർ ആണോ? ഓക്കെ.
Third one, serious patient safety issues. വളരെ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗികളുടെ സുരക്ഷാ പ്രശ്നങ്ങൾ അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ ആ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഫലമായിട്ടും നാബിന് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ റദ്ദ് ചെയ്യാം. കാരണം നമ്മൾ അവർ പറയുന്ന സേഫ്റ്റിയും കാര്യങ്ങളും പേഷ്യന്റ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ലാബിന്റെ സ്റ്റാൻഡേർഡിൽ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാത്തത് കൊണ്ടല്ലേ ആ ഒരു പേഷ്യന്റ് സേഫ്റ്റിയിൽ ഇത്രയും ഇഷ്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ കീപ്പ് ചെയ്യുന്നില്ല, സ്റ്റാൻഡേർഡ്സ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല അല്ലെങ്കിൽ പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ നാബിന് റദ്ദാക്കുകയും ചെയ്യാം. നാലാമത്തത്, failure to comply with the standards at any given point of time, etc. The hospital are also advised to check the NAB portal time to time for any important announcements, changing standards, etc., which needs to be adhered by accredited hospital. ഇതിൽ പറയുന്നത് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഏത് സമയത്തും എപ്പോഴും ഏത് സമയത്തും ആ ഹോസ്പിറ്റല് പാലിക്കണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് ഏത് സമയത്തും അത് നമുക്ക് അവിടെ പാലിക്കാൻ പറ്റാതെ ആ ഒരു ഹോസ്പിറ്റലിൽ പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരതിൽ പരാജയപ്പെടുമ്പോൾ അപ്പൊ അവിടെ എന്ത് ചെയ്യാം, ആ ഒരു ലാബിന് അവരുടെ അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യാം. അത് നമ്മൾ പറഞ്ഞു സർപ്രൈസ് ചെക്ക് വിസിറ്റുകളൊക്കെ വരും അല്ലെ, സർപ്രൈസ് ആയിട്ടുള്ള അസസ്മെന്റുകളൊക്കെ നടത്തും. അവർ ഏത് സമയത്താണ് എപ്പോഴാണ് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏത് സമയത്തും എപ്പോഴും അവിടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എപ്പോഴാണോ അവർക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിസിറ്റ് വരുന്നു, അപ്പൊ അങ്ങനെ ഒരു അസസ്മെന്റിന് വേണ്ടി വരുന്ന സമയത്ത് അവർ കുറച്ച് പർട്ടിക്കുലർ ടൈം പീരീഡിന് വേണ്ടി മാത്രം ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലാത്ത സമയത്ത് അത് കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോ ആ ഹോസ്പിറ്റലിന് ഏത് സമയത്തും ആ ഒരു പോയിന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അവർക്ക് പാലിക്കാൻ പറ്റാതെ വരുന്നു, അതിലല്ലെങ്കിൽ അവരതിൽ പരാജയപ്പെടുന്നു. അപ്പോ ആ ഒരു നാബിന് എന്ത് ചെയ്യാൻ, അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നതിനെ റദ്ദ് ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിനോടൊക്കെ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് നാബിന്റെ പോർട്ടലില് ഇടയ്ക്കിടയ്ക്ക് ടൈം ടു ടൈം വളരെ സമയബന്ധിതമായിട്ട് സമയാസമയങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അവരുടെ അനൗൺസ്മെന്റുകളൊക്കെ ഇടും. പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റുകൾ, അതുപോലെ അതെന്തുമായി ബന്ധപ്പെട്ട ആ സ്റ്റാൻഡേർഡ്സുകൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റൽസ് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ സമയാസമയങ്ങളിൽ അവര് ആ ഒരു ഓൺലൈൻ പോർട്ടലിന് നോട്ടിഫിക്കേഷൻസ് ഇടും അല്ലെങ്കിൽ അനൗൺസ്മെന്റുകൾ ഇടും. അങ്ങനെ ഇടുമ്പോൾ വിച്ച് നീഡ് ടു ബി അഡ്ഹെഡ് ബൈ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. ആ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇത് മനസ്സിലാക്കുകയും കാണുകയും അതിനനുസരിച്ച് ുള്ള മാറ്റങ്ങൾ എവിടെ കൊണ്ടുവരണം, ആ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സിൽ കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം അവരത് പാലിക്കുന്നില്ല എന്ന് നാബിന് തോന്നുകയും നാം അവരുടെ അംഗീകാരം റദ്ദാക്കുകയും ചെയ്യും. അപ്പൊ 4 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ഇഫ് ദ റിക്വയർഡ് ഫീസ് ഇസ് നോട്ട് പെയ്ഡ് ഓൺ ടൈം. ആവശ്യമായിട്ടുള്ള ഫീസ് അവർ കൃത്യസമയത്ത് അടയ്ക്കാത്തത് കൊണ്ട്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു റെഗുലേറ്ററി ബോഡി ഇവരുടെ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് ആക്ഷൻ അല്ലെങ്കിൽ പ്രതികൂല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ. മൂന്നാമത്തത്, സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നാൽ. നാലാമത്തത്, ഏത് സമയത്തും ആ ഒരു ഹോസ്പിറ്റലിൽ നാബിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ എന്തെങ്കിലും പരാജയം ആ ഹോസ്പിറ്റലിൽ സംഭവിച്ചാൽ നാബ് അക്രഡിറ്റേഷൻ റദ്ദ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസ് എപ്പോഴും നാബിന്റെ ഓൺലൈൻ പോർട്ടലില് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് സന്ദർശിക്കുകയും അവിടെ പറഞ്ഞ പുതിയ പുതിയ അനൗൺസ്മെന്റുകൾ വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, മറ്റ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം കൃത്യമായിട്ട് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ അതെല്ലാം ആ ഹോസ്പിറ്റലിൽ പാലിക്കുകയും വേണം. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് ഡിസ്ക്ലെയിമർ ആണ് ഇൻഡെമിനിറ്റി.
വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ലാഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? മിസ് ആണോ എടുത്തത്? ഓക്കെ, നമ്മുടെ ഈ ഒരു ട്രെയിനിങ് വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി ഓൾറെഡി നിങ്ങൾക്ക് പഠിച്ചതാണല്ലോ. ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ അവിടെ വെച്ചിട്ടില്ലേ, ആ ഒരു ലാബിന്റെ പ്രോസസ്സുകൾ, സ്റ്റെപ്സ്, അത് നമുക്ക് നോക്കാം കേട്ടോ. ട്രെയിനിങ്ങിൽ പറയുന്നത് ജേർണി ഓഫ് അക്രഡിറ്റേഷൻ ഓർ സർട്ടിഫിക്കേഷൻ, that is from applying to grant of accreditation or certification, involves the awareness and training of all the members of the healthcare organization about the various chapters, standards and objective elements of NAB standard booklet. ഇവിടെ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജേർണി അല്ലെങ്കിൽ അതിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ആദ്യം എന്താ നമ്മൾ ചെയ്യുന്നത്? അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു അല്ലെ? അതിനുശേഷം അവസാനം നമുക്ക് എന്താ കിട്ടുന്നത്? കുറെ പ്രോസസ്സുകളിലൂടെ കടന്നുപോയി നമുക്ക് ആ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് ലഭ്യമാകുന്നത് വരെയുള്ള ഒരു യാത്ര. അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെ കുറിച്ചും അവയർനെസ്സും ട്രെയിനിങ്ങും, ഒരു അവബോധവും പരിശീലനവും ആ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ ഓരോ മെമ്പേഴ്സിനും ലഭിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അബൌട്ട് ദ വേരിയസ് ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഓഫ് നാബ് സ്റ്റാൻഡേർഡ് ബുക്ക്ലെറ്റ്. നാബിന്റെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആ നാബ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് വിവിധ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതിന് കീഴിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും ട്രെയിനിങ്ങും ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടിയിരിക്കണം. And the staff need to grasp the culture of NAB by getting trained in the standards, understanding the applicable standards in a right way so that the same can be implemented, measured and monitored in the right manner by the health care organization. ഇപ്പൊ ഇവിടെ ഓരോ സ്റ്റാഫുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു നാബിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. ബൈ ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ, അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ കൊടുക്കണം. അതിലൂടെ അവർക്ക് എന്ത് മനസ്സിലാവും? അണ്ടർസ്റ്റാൻഡിങ് ദ ആപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ്സ് ഇൻ എ റൈറ്റ് വേ. ശരിയായ രീതിയിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, നമുക്ക് ബാധകമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്, അത് ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാവുകയും ആ സെയിം ആയിട്ടുള്ള കാര്യം നമുക്ക് അവരുടെ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നടപ്പിലാക്കാനും സാധിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അത് നിരീക്ഷിക്കാൻ പറ്റും. ശരിയായ രീതിയിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ കൃത്യമായ സ്റ്റാൻഡേർഡ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് സാധിക്കുന്നുണ്ട്. 2 പോയിന്റ്സാ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് നാബിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു യാത്ര, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മുതൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് വരെ അല്ലെങ്കിൽ ഗ്രാന്റ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ്സും ഒരു ട്രെയിനിങ്ങും ആവശ്യമാണ്. അത് പ്രത്യേകമായിട്ട് നാബിന്റെ സ്റ്റാൻഡേർഡ് ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്ന വിവിധ ചാപ്റ്റേഴ്സ് ഉണ്ട്, വിവിധ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിന് കീഴിൽ വരുന്ന ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഇതിനെ കുറിച്ച് എല്ലാം ആർക്ക് നല്ലൊരു അവയർനെസ്സും ട്രെയിനിങ്ങും കിട്ടണം? അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടിയിരിക്കണം. അപ്പൊ അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ശരിയായ രീതിയിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനം കൊടുത്താൽ നാബുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ബാധകമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിൽ അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് മനസ്സിലാക്കാം. അത് അതേ രീതിയിൽ തന്നെ അവരുടെ ഓർഗനൈസേഷനിൽ അത് അവർ നടപ്പിലാക്കുകയും
ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണങ്ങളും കൃത്യമായിട്ടുള്ള മെഷേഴ്സും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ നല്ല ശരിയായ രീതിയിൽ തന്നെ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. Then NAV Secretariat arranges training sessions on understanding of NAV standards and implementing them in the organization in the form of a program on implementation for healthcare organization desirous of taking their organization for accreditation. അതായത് ഇവിടെ ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ പരിശീലനം കൊടുക്കുന്നത് നാബ് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പൊ അവർക്കുള്ള പരിശീലനങ്ങൾ ആ നാബിന്റെ സെക്രട്ടേറിയറ്റ് തന്നെയാണ് ആ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ നാബ് സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് സെഷൻസ് അറേഞ്ച് ചെയ്യും ഓൺ അണ്ടർസ്റ്റാൻഡിങ്. അതിലൂടെ ആ ഒരു ട്രെയിനിങ്ങിലൂടെ നാബുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് നമുക്ക് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും and implementing them in the organization. ആ ഓർഗനൈസേഷനിൽ എങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ പങ്കെടുത്താൽ കിട്ടും. ആ ഒരു ട്രെയിനിങ് സെക്ഷൻ എന്ത് രൂപത്തിലാണ്? പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ POI അത് കണ്ടലൈൻ ചെയ്തിട്ടുണ്ട്. POI അല്ലെങ്കിൽ പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ എന്ന രൂപത്തിലാണ് അത് അവർക്ക് നൽകുന്നത്. For healthcare organizations വേണ്ടി desirous of taking their organization for accreditation. Accreditation താല്പര്യമുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടിയതിനു ശേഷമല്ല അവർ ട്രെയിനിങ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു 3 മാസമെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് അവിടെ പാലിക്കണം എന്നല്ലേ പറയുന്നത്, അല്ലേ? എന്താണ് റിപ്ലൈ ഇല്ലാതെ? പാലിക്കണം എന്നല്ലേ? അപ്പൊ എങ്ങനെ പാലിക്കണം? അവർക്ക് ഇതിനെ പറ്റിയുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളോ അറിയില്ല. അതെങ്ങനെ പാലിക്കണം, അത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്കത് നടപ്പിലാക്കാം, അതിനെ കുറിച്ചൊക്കെ അക്രഡിറ്റേഷൻ വേണം എന്ന് താല്പര്യമുള്ള ഓർഗനൈസേഷൻസിന് ഈ പറയുന്ന പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ POI എന്ന പേരിൽ അവർ നടത്തുന്ന നാബ് സെക്രട്ടേറിയറ്റ് ആണെന്ന് പറയാം. അത് ചോദിക്കാറുണ്ട്. നാബ് സെക്രട്ടേറിയറ്റ് നടത്തുന്ന ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ അവിടുത്തെ സ്റ്റാഫുകളെ പങ്കെടുപ്പിക്കാൻ. അങ്ങനെ സ്റ്റാഫുകളെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഒരു ട്രെയിനിങ് സെക്ഷനിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നാബുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളെ കുറിച്ച് മനസ്സിലാവും. അതെങ്ങനെ നടപ്പിലാക്കാൻ ആ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് ആ ഒരു സ്റ്റാഫുകൾക്ക് ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ പങ്കെടുക്കുന്നതിലൂടെ മനസ്സിലാവുന്നുണ്ട്. Then these sessions are taken by faculty from NAV who are senior assessors. ഈ ഒരു സെഷൻ ആര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഫാക്കൽറ്റീസ്, നാബ് നൽകുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് കേട്ടോ അത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെഷൻസ് നടക്കുന്നത്. അതായത് സീനിയർ ആയിട്ടുള്ള അസസേഴ്സ് ആയിരിക്കും. നമ്മള് പ്രിൻസിപ്പൽ അസസർ ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ സീനിയർ ആയിട്ടുള്ള അസസേഴ്സ് മൂല്യനിർണ്ണയം നടത്തുന്ന ആളുകളായിരിക്കും ആ ഒരു നാബുമായി ബന്ധപ്പെട്ട ഈ ഒരു ട്രെയിനിങ് സെഷന്റെ ഫാക്കൽറ്റീസ് ആയിട്ട് വരുന്നത്. Then the details of this training, date, venue and fee informations are available in the NAV website. ഏത് ദിവസമാണ് ഈ ഒരു ട്രെയിനിങ് നടക്കുന്നത്, ഏത് ഡേറ്റ് ആണ്, ഏത് ആ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഏത് സ്ഥലത്താണ് നടക്കുന്നത്, ഫീസ് എത്രയാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമായിരിക്കും. NAV has taken a new initiative to conduct free master classes on various topics under the rubrics the NAV Quality Connect Learning with NAV. നമുക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ട്രെയിനിങ് ഫീസ് കൊടുത്തുള്ള ട്രെയിനിങ്ങുകളുണ്ട്. അല്ലാതെ നാബിന്റെ പുതിയതായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു ആരംഭമാണ് ഒരു ഫ്രീ മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം. അതായത് വിവിധ ടോപ്പിക്കുകളെ വെച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനുള്ളത്. അതായത് അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് NAV Quality Connect Learning with NAV എന്നൊരു ടൈറ്റിലിന്റെ കീഴിലാണ് അവർ ഈ ഒരു ഫ്രീ മാസ്റ്റർ ക്ലാസ്സുകൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. The master classes are conducted every month. ഈ മാസ്റ്റർ ക്ലാസ്സുകൾ എല്ലാ മാസവും അവർ കണ്ടക്ട് ചെയ്യാം. ഫ്രീ ആണ് കേട്ടോ, എല്ലാ മാസവും അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. ടോപ്പിക്സ് ഇൻക്ലൂഡ് അപ്പൊ പല പല ടോപ്പിക്കുകൾ, ഇപ്പൊ ഈ ഒരു മാസത്തിൽ ഒരു ടോപ്പിക് ആണെങ്കിൽ അടുത്ത മാസം വേറെ ടോപ്പിക് ആയിരിക്കും. പല പല ടോപ്പിക്കുകൾ, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. That include key performance indicators, KPI, key performance indicatorsമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇതെല്ലാം നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ.
നമ്മളോട് ഓരോന്ന് പഠിച്ചതല്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, ഡോക്യുമെന്റ് കൺട്രോള്, ക്ലിനിക്കൽ ഓഡിറ്റ്സ്, കണ്ടിന്യൂവൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എക്സെട്ര. ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്കുകളോടെയുള്ള ക്ലാസ്സുകളാണ് ഈ ഫ്രീ മാസ്റ്റർ ക്ലാസ് ആയിട്ട് അവർ കൊടുക്കുന്നത്. അത് എല്ലാ മാസവും എവറി മന്ത് അത് നോക്കണേ, എല്ലാ മാസവും അവർ ആ ഒരു ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള വിവിധ ടോപ്പിക്കുകളായിരിക്കും ആ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത്. And apart from this, guidance material is available at resource page of NAB. അതുപോലെ തന്നെ ഇത് കൂടാതെ നമുക്ക് ട്രെയിനിങ് സെക്ഷനിൽ പങ്കെടുക്കുന്നത് കൂടാതെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് മെറ്റീരിയൽ ഒക്കെ കിട്ടും. അത് നമുക്ക് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാബിന്റെ വെബ് പോർട്ടലിലെ റിസോഴ്സ് എന്ന് പറയുന്ന പേജിൽ കയറിയാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് മെറ്റീരിയൽ കിട്ടും. And kindly visit the below link to attend training programs being conducted by NAB. NAB കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ താഴെ പറഞ്ഞ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് വിസിറ്റ് ചെയ്താൽ നമുക്ക് അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി ഫീസസ് ഉണ്ട്. ഏത് ദിവസമാണ് ആ ഒരു ട്രെയിനിങ് നടക്കുന്നതെന്ന് മനസ്സിലാവും, ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നതെന്ന് മനസ്സിലാവും. ആ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്? അവിടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ എല്ലാ സ്റ്റാഫുകൾക്കും ആ ഒരു പരിശീലനവും അവയർനെസ്സും കൊടുത്തിരിക്കണം. അപ്പൊ അവരുടെ ആ ഒരു ട്രെയിനിങ് സെക്ഷനിലെ ആദ്യത്തെ ട്രെയിനിങ് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പ്രോഗ്രാം ഓൺ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ POI എന്ന ഒരു ഹെഡിങ്ങോട് കൂടി അതിന്റെ കീഴിൽ വരുന്ന നാബിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അതെങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ അത് നമുക്ക് നടപ്പിലാക്കാം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ട്രെയിനിങ് സെക്ഷൻസ് ഉണ്ട്. അത് നമ്മുടെ നാബ് സെക്രട്ടേറിയറ്റ് തന്നെയാണ് നടത്തുന്നത്. അതിന് പ്രധാനമായിട്ടും വരുന്ന ഫാക്കൽറ്റീസ് നാബ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സീനിയർ അസസേഴ്സ് ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ടൈം, ഡേറ്റ്, വെന്യൂ, അതുപോലെ അതിന്റെ ഫീസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് നാബിന്റെ വെബ് പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നാബിന്റെ മറ്റൊരു ഇനിഷ്യേറ്റീവ്, പുതിയതായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഫ്രീ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ്സുകൾ കൊടുക്കുക. അതായത് അത് ഏത് ഹെഡിങ്ങിന് കീഴിലാണ് വരുന്നത്? നാബ് ക്വാളിറ്റി കണക്ട് ലേണിംഗ് വിത്ത് നാബ് എന്ന ഹെഡിങ്ങിന് കീഴിൽ വരുന്ന ഫ്രീ മാസ്റ്റർ ക്ലാസ്സുകൾ അവർക്ക് കണ്ടക്ട് ചെയ്യാം. അതിൽ ഫ്രീ മാസ്റ്റർ ക്ലാസ്സുകൾ ഓരോ മാസവും നടത്തുന്നുണ്ട്. അത് പല ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. അതിൽ കുറച്ച് ടോപ്പിക്സ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, ഡോക്യുമെന്റ് കൺട്രോള്, ക്ലിനിക്കൽ ഓഡിറ്റ്സ്, കണ്ടിന്യൂവൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മുതലായിട്ടുള്ളവ. അതുകൂടാതെ പല പല ടോപ്പിക്സും വരും. ഇത് മാത്രമല്ല ഓരോ മാസത്തിലും ഓരോരോ ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് മെറ്റീരിയൽ നമുക്ക് നാബിന്റെ വെബ് പോർട്ടലിൽ നിന്ന് ലഭ്യമായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ട്രെയിനിങ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണോ? ട്രെയിനിങ് ഓക്കെ. ഇനി നമുക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ അവിടെ വെച്ചിട്ടില്ലേ, പിന്നെ എടുക്കാന്ന് പറഞ്ഞു, അത് നമുക്ക് നോക്കാം കേട്ടോ. പിക്ചർ ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കാട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ഒന്ന് നോക്കാട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, നമ്മൾ ഈ പഠിച്ച നോട്ട്സ് മിസ് വായിച്ചു തരാം കേട്ടോ. നോട്ട്സ് മിസ് വായിച്ചു തരാം. അപ്പൊ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലും ക്ലിയർ അല്ല എങ്കിലും ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ നമ്മൾ കുറെ സ്റ്റെപ്പ് പഠിച്ചു അല്ലെ, ലാസ്റ്റ് ട്രെയിനിങ് വരെയും പഠിച്ചു. അപ്പൊ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് ആകെ 1, 2, 3 ഇതിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നിട്ട് അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്താൽ ചോദിക്കും. അപ്പൊ ഇന്ന് ഒരു 2, 3 ആരോ ഇട്ടിട്ട് 1, 2 എഴുതിയിട്ട് ലാസ്റ്റത്തെയോ അല്ലെങ്കിൽ അതിന് മിഡിലായിട്ട് എഴുതിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഡാഷ് ഇട്ട് കൊടുക്കാം, ഒരു ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം. അത് ആ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാൻ ചോദിക്കാം. അത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയും. അപ്പൊ അത് വായിക്കുമ്പോ ഇപ്പൊ നമ്മൾ കുറെ സ്റ്റെപ്പുകൾ പറഞ്ഞില്ലേ, അതേ ഓർഡറിൽ തന്നെ വരുന്നതാണ്. അപ്പൊ അതില് അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മള് ഫ്ലോ ചാർട്ട് ഫുൾ ചെയ്യേ. എന്നാ മിസ് പറയുന്ന സമയത്ത് ഇല്ലാത്തവരാണെങ്കിൽ മിസ് പറയുന്ന സമയത്ത് ഇല്ലാത്തതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ മിസ് വായിക്കാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എവിടെ വരെയാണോ ഉള്ളത് അത് കഴിഞ്ഞുള്ള ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി, ആദ്യം തന്നെ നമ്മൾ അക്രഡിറ്റേഷൻ ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അധികം പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് വന്ന് എന്താ, ഇംപ്ലിമെന്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ മിനിമം 3 months. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഒരു 3 മാസമെങ്കിലും ആ ഒരു ഹോസ്പിറ്റല് ആ ഒരു സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കിയിട്ട് വേണം നാബിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്, ഇല്ലേ? അത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമില്ല. അതിലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇംപ്ലിമെന്റ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ മിനിമം 3 months, ഒരു 3 മാസമെങ്കിലും നാവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കിയതിനു ശേഷമായിരിക്കണം അവര് ആ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട യാത്ര ആരംഭിക്കാനായിട്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഓക്കെ, സെക്കൻഡ് വൺ, ആപ്ലിക്കേഷൻ ഫോം പ്ലസ് ഡോക്യുമെന്റ് പ്ലസ് ആപ്ലിക്കേഷൻ ഫീ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അതുപോലെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫീയും സബ്മിറ്റ് ചെയ്യണം അല്ലെ? അതെങ്ങനെയാ നമ്മൾ സബ്മിറ്റ് ചെയ്തേ? എന്തിലൂടെയാ സബ്മിറ്റ് ചെയ്തേ? ഏത് രീതിയിൽ, ഏത് വഴിയിലൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്തേ? നാബിന്റെ ഓൺലൈൻ ആയിട്ട് അല്ലെ? അതെ, നാബിന്റെ ഓൺലൈൻ ആയിട്ട് നാബിന്റെ വെബ്സൈറ്റുകളിലൂടെ അല്ലെ? ഓൺലൈൻ ആയിട്ട് അറ്റ് നാബ് ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിലൂടെയാണ്. രണ്ടാമത് എന്താ പ്രോസസ്സ് പറഞ്ഞത്? നമ്മൾ 3 മാസം ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കി. അതിനുശേഷം നമ്മൾ നാബിന്റെ ഓൺലൈൻ ആയിട്ട് നാബിന്റെ ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസും നമ്മൾ അടയ്ക്കുന്നു. ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് പ്രോസസ് ക്ലിയർ ആണോ? ഓക്കെ,
Then third process are acknowledgement and scrutiny of application by NAM secretary. ഇതൊക്കെ നമ്മൾ പഠിച്ച പോയിന്റ്സ് തന്നെയല്ലേ, നമ്മൾ ഓൾറെഡി ആദ്യമേ പഠിച്ചു വെച്ചാണ്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. മൂന്നാമത്തെ എന്താ, അക്നോളജ്മെന്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ബൈ NAM secretary. അപ്പൊ നമ്മൾ അയക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു NAM സെക്രട്ടറിയേറ്റ് എന്ത് ചെയ്യുന്നു, സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ക്ലിയർ അല്ലേ? അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് മിസ് പറയാതെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയ കാര്യമാണ് അല്ലെ. നാം എന്ത് ചെയ്യുന്നു, NAM സെക്രട്ടറിയിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എത്തുമ്പോൾ ആ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും NAM സെക്രട്ടറിയേറ്റ് എന്ത് ചെയ്യും, സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ക്ലിയർ ആണോ? മൂന്നാമത്തെ പ്രോസസ്. ഓക്കെ. Then next one ആണ് ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. അത് നിങ്ങളുടെ എവിടെ മുതലാണ് ഉള്ളത് ഇതിന്റെ മിസ്സിന് അറിയില്ല കേട്ടോ, എവിടെ വരെയാന്നുള്ളത്. അപ്പൊ അത് അല്ലാത്ത ഭാഗം വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണേ. പ്രത്യേകം പറയാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. എവിടെ മുതലാണോ ഇല്ലാത്തത് അവിടെ മുതലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. ഈ ഒരു പിക്ചർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയോ? കുറച്ചും കൂടി ലാർജ് ചെയ്തിട്ടുണ്ട് മിസ്. ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒക്കെ നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് എവിടെ വരെയാന്ന് വെച്ചാൽ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ അടുത്തത് ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ വിത്തിൻ 1 month ഓഫ് ഫീസ് റിക്വസിഷൻ. നമ്മൾ ആപ്ലിക്കേഷൻ ഫീ കൊടുത്ത് 1 മാസത്തിനുള്ളിൽ അവിടെ ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. നമ്മൾ ഒരുപാട് അസസ്മെന്റ്, 4 ടൈപ്പ് അസസ്മെന്റ് പഠിച്ചു അല്ലെ. ഡെസ്ക്ടോപ്പ് റിവ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാണ് ചെയ്യുക അല്ലെ. നേരിട്ട് വരാതെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ള ഫോർമാറ്റിൽ നമ്മൾ അയച്ചു കൊടുത്ത് അത് വെരിഫൈ ചെയ്യാന്നല്ലേ പറഞ്ഞേ? ആണോ? ഓർമ്മയുണ്ടോ പഠിച്ചത്? ഇവിടെ അവർ ആദ്യം ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസേഴ്സ്. അസസേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ആപ്ലിക്കേഷൻ ഫീസിന്റെ കൂടെ, ഫോമിന്റെ കൂടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഡോക്യുമെന്റ്സ് ഡെസ്ക്ടോപ്പ് റിവ്യൂ നടത്തുന്നു. അതായത് അവർ നേരിട്ടൊന്നും വരുന്നില്ല, ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഓക്കെ ആണോ, കൃത്യമായ ആ ഒരു ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ആ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസറിൽ അസസേഴ്സ് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പ് റിവ്യൂ നടത്തുന്നു. അത് എപ്പോഴാണ്, നമ്മുടെ ഫീസ് അടച്ച 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഡെസ്ക്ടോപ്പ് റിവ്യൂ പൂർത്തിയാക്കണം. ഓക്കെ ആണോ? ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ മിസ്സിന് ഒന്നുകൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാ ചോദിക്കുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഫൈനൽ അസസ്മെന്റ്. ഇനി ഡെസ്ക്ടോപ്പ് റിവ്യൂ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ പിന്നെ ഫൈനൽ അസസ്മെന്റ് ആണ്. അതിനിടയിൽ വേണമെങ്കിൽ പ്രീ അസസ്മെന്റ് നടത്താണ്ട്, അത് ഓപ്ഷണൽ ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഫൈനൽ അസസ്മെന്റിലേക്ക് കടക്കാണ്. ഫൈനൽ അസസ്മെന്റ് 3 രീതിയിൽ, 3 അസസ്മെന്റ് രീതിയിൽ നടക്കുള്ളൂ. ഒന്നുകിൽ ഓൺസൈറ്റ് അസസ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിമോട്ട് അസസ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈബ്രിഡ് അസസ്മെന്റ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളത് അല്ലെ, കോമ്പിനേഷനിൽ വരുന്നത്. അങ്ങനെ ആ 3 ടൈപ്പ് ഓഫ് അസസ്മെന്റുകളിലൂടെയാണ് നമ്മൾ ഫൈനൽ അസസ്മെന്റ് നടത്തുക. ഓൺസൈറ്റ്, റിമോട്ട് ഓർ ഹൈബ്രിഡ് എന്ന രീതിയിൽ. അവിടെ വിത്തിൻ 1 month ഓഫ് ഡെസ്ക്ടോപ്പ് റിവ്യൂ. ഈ ഒരു ഡെസ്ക്ടോപ്പ് റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു ഡെസ്ക്ടോപ്പ് രീതിയിലുള്ള അസസ്മെന്റ് നടത്തി 1 മാസത്തിനുള്ളിൽ നമ്മൾ ഫൈനൽ അസസ്മെന്റ് നടത്തുന്നു. മനസ്സിലായി? ഓരോ മാസത്തെ ഗ്യാപ്പ് അവിടെ പറയുന്നത്. ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് നടത്തുന്നു, അത് ആദ്യത്തെ ഫീസ് അടച്ച 1 മാസത്തിനുള്ളിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് റിവ്യൂ നടത്തും. അതിനുശേഷം ഫൈനൽ അസസ്മെന്റ്, ഈ ഡെസ്ക്ടോപ്പ് റിവ്യൂ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഫൈനൽ അസസ്മെന്റ് നടത്തും. ഫൈനൽ അസസ്മെന്റില് പല അസസ്മെന്റ് മെത്തേഡുകളിൽ 3 അതായത് ഓൺസൈറ്റ് അസസ്മെന്റ് ആവാം, റിമോട്ട് അസസ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് അസസ്മെന്റിലൂടെ നമുക്ക് ആ ഒരു ഫൈനൽ അസസ്മെന്റ് നടത്താം. ഇത്രയും വരെയും ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? ഓക്കെ. Then next പറയുന്നത് closure of non-compliances including review by assessor within 3 months. Closure of non-compliances. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫൈനൽ അസസ്മെന്റില് ഇവരുടെ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ആ ഹോസ്പിറ്റൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാലും നമ്മളിത്
തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുന്നത്. അതാണ് ഇവിടെ ക്ലോഷർ ഓഫ് നോൺ കംപ്ലയൻസസ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പൊരുത്തക്കേടുകളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫൈനൽ അസസ്മെന്റിൽ നിന്ന് കിട്ടുന്ന അവരുടെ റിവ്യൂ ഒരു വിത്തിൻ 3 months, ഒരു 3 മാസത്തിനുള്ളിൽ അത് കൃത്യമായിട്ട് അവലോകനം ചെയ്ത് അവർക്ക് ആ ഒരു പരാതികളോ പൊരുത്തക്കേടുകളോ ഒക്കെ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു 3 മാസം സമയം കൊടുക്കും. ആ 3 മാസത്തിനുള്ളില് ആ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ ആ ഒരു അസസേഴ്സിന്റെ റിവ്യൂ അല്ലെങ്കിൽ അവലോകനവുമായി ബന്ധപ്പെട്ട് അതൊന്നും കൂടി അവലോകനം ചെയ്ത് ഏതൊക്കെ മേഖലയിലാണോ ഹോസ്പിറ്റൽ ഇംപ്രൂവ്മെന്റ്സ് നടത്തേണ്ടത് അത് നടത്താനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു പൊരുത്തക്കേടുകൾ അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നു. മനസ്സിലായോ ആ സ്റ്റെപ്പ്? Okay. Next one, review of assessment report by accreditation committee. അതിനുശേഷം എന്താ, ആ ഒരു അസസ്മെന്റ് റിപ്പോർട്ടുകൾ, അതിനുശേഷം ആ ഒരു അസസേഴ്സ് അസസ്മെന്റുകൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് റിപ്പോർട്ടൊക്കെ ആ ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റി കൃത്യമായി വിലയിരുത്തൽ നടത്തുകയും അതിനുശേഷം എന്തിലേക്കാ പോകുന്നത്, approval of accreditation or otherwise an issuance of accreditation certificate. അപ്പോ ഇവിടെ രണ്ടാമത് ഒരു 3 മാസത്തിനുള്ള അവരുടെ പൊരുത്തക്കേടുകളെല്ലാം അവർ അവസാനിപ്പിച്ചു, എല്ലാം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ആ ഒരു അസസ്മെന്റ് റിപ്പോർട്ടിനെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുകയും ആ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ, ചിലപ്പോൾ അപ്രൂവൽ കൊടുക്കാം, ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ നിഷേധിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷനുള്ള അപ്രൂവൽ കൊടുക്കുന്നു. ആ ഇഷ്യൂവൻസ് ഓഫ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, ആ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനായിട്ടുള്ള ഇഷ്യൂവൻസ് അല്ലെങ്കിൽ ആ ഒരു അനുമതിയും നൽകുന്നു. ക്ലിയർ ആണോ ഇത്രയും? ആ 2 സ്റ്റെപ്പ് മനസ്സിലായോ? നമ്മൾ പഠിച്ച പ്രോസസ്സ് തന്നെയാ കണ്ടിന്യൂ ചെയ്ത് ഓരോ പോയിന്റ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. അതിനുശേഷം സർവൈലൻസ് ഇന്റിമേഷൻ സെൻഡ് ബൈ NARC സെക്രട്ടറി അറ്റ് ദ എൻഡ് ഓഫ് 12 to 18 months of accreditation. നമ്മുടെ ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്ന പറഞ്ഞു അല്ലെ, അത് എപ്പോഴാണ്? 20 മുതൽ 24 മാസത്തിനുള്ളിൽ നടത്തുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനു മുൻപായിട്ട് ഇവർക്ക് അറിയിപ്പ് കൊടുക്കണ്ടേ, ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയമാവുമ്പോൾ ഞങ്ങൾ സർവൈലൻസുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്താൻ വരും. അപ്പൊ അവിടെ സർവൈലൻസുമായി ബന്ധപ്പെട്ട് ഇന്റിമേഷൻസ് അല്ലെങ്കിൽ അറിയിപ്പുകൾ നമ്മൾ NARC സെക്രട്ടറിയേറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഒരു 12 അക്രഡിറ്റേഷൻ കിട്ടി 12 മുതൽ 18 മാസത്തിന്റെ അവസാനമാവുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യുന്നു, NARC സെക്രട്ടറിയേറ്റ് ഒരു ഇന്റിമേഷൻ അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകും. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 20 മുതൽ 24 മാസം ആകുമ്പോഴേക്കും എന്താണ് നിങ്ങൾക്ക് അസസ്മെന്റ്, സർവൈലൻസ് അസസ്മെന്റ് നടത്തും എന്നുള്ള ഒരു ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പുകൾ നൽകുന്നു. ക്ലിയർ ആണോ അത്? ആദ്യം അറിയിപ്പ് നൽകിയിട്ടാട്ടോ സർവൈലൻസ് അസസ്മെന്റ് നടത്തുക. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് വേറെ ആരും ഒന്ന് റിപ്ലൈ ചെയ്യാത്ത? അശ്വതി മാത്രമേ റിപ്ലൈ ചെയ്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കണ്ടക്ട് ഓഫ് സർവൈലൻസ് അസസ്മെന്റ്. അതിനുശേഷം സർവൈലൻസ് അസസ്മെന്റ് നടത്തുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. മിസ് പറഞ്ഞിരുന്നു, നമ്മുടെ അക്രഡിറ്റേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഓരോ സ്ഥാപനത്തെ അനുസരിച്ച് 4 വർഷത്തെ അക്രഡിറ്റേഷൻ സൈക്കിൾ കൊടുക്കുന്നവയുണ്ട്, 3 വർഷം കൊടുക്കുന്നവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് 2 സമയം പറയുന്നുണ്ട്. ഒരു 4 വർഷത്തെ, അതായത് 20 to 24 months ഇൻക്രീസ് ഓഫ് 4 year, 4 വർഷത്തെ അക്രഡിറ്റേഷൻ സൈക്കിൾ ആണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ളതെങ്കിൽ അവിടെ എത്ര മാസത്തിലാണ് ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്നത്? 20 മുതൽ 24 മാസത്തിനുള്ളിലായിരിക്കും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സർവൈലൻസ് അസസ്മെന്റ് നടത്താം. മനസ്സിലായോ? ഇനി 3 വർഷത്തെ സൈക്കിൾ ആണ്. നോക്കിയേ, 15 to 18 months in case of 3 year അക്രഡിറ്റേഷൻ സൈക്കിൾ. 3 വർഷത്തെ അക്രഡിറ്റേഷൻ സൈക്കിൾ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ 15 മുതൽ 18 മാസത്തിനുള്ളിൽ അവിടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സർവൈലൻസ് അസസ്മെന്റുകൾ നടത്തും. 2 കാര്യം പറയുന്നുള്ളൂ. സർവൈലൻസ് അസസ്മെന്റുകൾ നടത്തും. അതെപ്പോഴാണ്? 4 വർഷത്തെ അക്രഡിറ്റേഷൻ സൈക്കിൾ ആണോ ഉള്ളതെങ്കിൽ ആ സ്ഥാപനത്തിൽ 20 മുതൽ 24 മാസത്തിനുള്ളിലായിരിക്കും സർവൈലൻസ് അസസ്മെന്റ് നടത്തുക.
അതേസമയം 3 വർഷത്തെ അക്രഡിറ്റേഷൻ സൈക്കിൾ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ 15 മുതൽ 18 മാസത്തിനുള്ളിലായിരിക്കും സർവൈലൻസ് അസസ്മെന്റുകൾ നടത്തുക. ക്ലിയർ ആണോ? മനസ്സിലായോ? കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. കിട്ടിയോ? കിട്ടാത്ത പോയിന്റ്സ് ഒക്കെ, ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ? ഓക്കെ. Then next പറയുന്നത് review by accreditation committee and continuation of accreditation or otherwise. ശരി, ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ. Review by accreditation committee and continuation of accreditation or otherwise. ഇനി അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു? ആ ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഈ പറയുന്ന സർവൈലൻസ് അസസ്മെന്റ് നടത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നു. അവരുടെ അക്രഡിറ്റേഷൻ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു സർവൈലൻസ് അസസ്മെന്റിൽ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സിൽ കുറവുകൾ ഉണ്ടെങ്കിലോ അവരുടെ അക്രഡിറ്റേഷൻ അവിടെ വെച്ച് അവർക്ക് റദ്ദാക്കാനുള്ള അനുമതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനൊക്കെയാണ് ഈ സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്നത്. ആ ഒരു സർവൈലൻസ് അസസ്മെന്റിന്റെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റി റിവ്യൂ ചെയ്യും അല്ലെങ്കിൽ അവലോകനം ചെയ്യും. ആ ഒരു അക്രഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ അവർക്ക് അനുമതി നൽകും. അടുത്തത് റിന്യൂവൽ ഇന്റിമേഷൻ സെൻഡ് ബൈ NAV സെക്രട്ടേറിയറ്റ് 1 year ബിഫോർ എക്സ്പയറി ഓഫ് അക്രഡിറ്റേഷൻ. അപ്പൊ ഇത് 4 വർഷത്തെ അക്രഡിറ്റേഷൻ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ ആണെങ്കിൽ ലാസ്റ്റ്, അതായത് അവരുടെ അക്രഡിറ്റേഷൻ എക്സ്പയർ ആവുന്നതിന് 1 വർഷം മുൻപ് തന്നെ NAV സെക്രട്ടേറിയറ്റ് അവർക്ക് റിന്യൂവൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ പുതുക്കുന്നതിനുള്ള ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പ് നൽകുന്നു. മനസ്സിലായോ? റിന്യൂവൽ ഇന്റിമേഷൻ സെൻഡ് ബൈ NAV സെക്രട്ടേറിയറ്റ് 1 year ബിഫോർ എക്സ്പയറി ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ എക്സ്പയർഡ് ആവുന്നത് ഏത് വർഷമാണോ? 3 വർഷത്തെയാണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അത് എക്സ്പയർ ആവുമല്ലോ. 4 വർഷത്തെയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ അത് എക്സ്പയർ ആവുമല്ലോ. ആ എക്സ്പയർ ആവുന്നതിന് 1 വർഷം മുൻപ് തന്നെ NAV സെക്രട്ടേറിയറ്റ് അത് പുതുക്കുന്നതിനുള്ള അറിയിപ്പുകള് ആർക്ക് സെൻഡ് ചെയ്യും? ആ ഹോസ്പിറ്റൽസിന് സെൻഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ അവർക്ക് ആ ഒരു 6 മാസത്തിനുള്ളിൽ അവർക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്താം. ആ ഒരു തീരുന്നതിന് 6 മാസം മുൻപ് റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് അപ്ലൈ ഫോർ റിന്യൂവൽ ഓഫ് അക്രഡിറ്റേഷൻ ബിഫോർ 6 months. അപ്പൊ അവിടെ നമുക്ക് 1 വർഷത്തിന് മുൻപ് തന്നെ, 1 വർഷം കൂടി ഉണ്ട് അക്രഡിറ്റേഷൻ തീരാനെങ്കിൽ പോലും അവർക്ക് 1 വർഷത്തിന് മുൻപ് തന്നെ അവിടെ ആ ഒരു ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ, അതായത് റിന്യൂവൽ അല്ലെങ്കിൽ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ പുതുക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അത് ബിഫോർ 6 months, 6 മാസം മുന്നെങ്കിലും കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ 6 മാസം മുൻപ് അവർ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള പുതുക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് കൊടുത്തു. പിന്നെയും ആദ്യത്തെ സ്റ്റെപ്പുകൾ, ആ പ്രോസസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് ആരും കൊടുത്തിരിക്കുന്നുണ്ടോ? റിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ആദ്യമേ സബ്മിറ്റ് ചെയ്യണം, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഓരോരോ പ്രോസസ്സുകളും പിന്നെയും കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ അവർക്ക് പിന്നെയും ആ ഒരു അക്രഡിറ്റേഷൻ റിന്യൂ ചെയ്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പുതുക്കി കിട്ടുള്ളൂ. അതിനിടയിൽ നിങ്ങൾ കണ്ടായിരിക്കും നടുക്ക് ഒരു ബോക്സ് ഉണ്ട്, continuous monitoring of processes by NAV secretary and provide necessary feedback as required. ഓരോ സ്റ്റെപ്പുകളിലും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിലും കൃത്യമായിട്ട് NAVന്റെ സെക്രട്ടേറിയറ്റ് മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന് മോണിറ്ററിംഗ് നടത്തുന്ന ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ആവശ്യമാണെങ്കിൽ അത് NAV സെക്രട്ടേറിയറ്റ് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രോസസ്സിലും അവരുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ അഭാവങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകൾ ആവശ്യമായ സമയത്ത് ആ ഒരു NAV സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നൽകുന്നുമുണ്ട്. കിട്ടിയോ? ക്ലിയർ ആണോ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ്? ഏതെങ്കിലും വേഗം ഒന്ന് നോക്കാം. ഏതെങ്കിലും പോയിന്റ്സ് പറയണമെങ്കിൽ മിസ് പറഞ്ഞുതരാം. ഇത് ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം. എല്ലാ പോയിന്റ്സും കിട്ടിയായിരുന്നോ? ഇല്ലാത്ത പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ? നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയല്ലേ? നമ്മളിപ്പോ ഓൾറെഡി ഓരോ പോയിന്റ്സും പറഞ്ഞ് നമ്മൾ ഓരോ പ്രോസസ്സും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ പറയുന്നത്. അത് ഷോർട്ടായിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതേസമയം അത് പഠിച്ച് ഇത് പറഞ്ഞപ്പോൾ എളുപ്പമായിട്ട് തോന്നിയില്ലേ?
അതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അതേസമയം നിങ്ങൾ ആദ്യമേ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. കാരണം അത് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ നമ്മളിവിടെ കുറെ സമയം കളയണം, അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയും കുറെ സമയം പോകും. അത് വേണ്ടല്ലോ. അപ്പൊ അതാകുമ്പോൾ ആ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രോസസ്സും എന്താണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ മിസ്സിന്റെ ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് 6th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവേ. 6th മോഡ്യൂളിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പുതിയൊരു മോഡ്യൂൾ ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.